ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സറിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോസ്തലൻ ആദ്യമായി അതിനകത്ത് ഓർപ്പിക്കുകയാണ്, ദൈവം മനസ്സറിവുള്ള ദൈവമാണ്. ആ മനസ്സറിവ് ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നത്. നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ബെത്സയിദായിലെ മലഞ്ചെരുവിൽ 10,000-കണക്കിന് ആളുകൾ കൂടി വന്നു. അവരെ ദൈവത്തിൻ്റെ വചനം കേട്ടു. നേരം വൈകുന്നേരമായി. ആ ജനത്തെ നോക്കി കർത്താവായ യേശുക്രിസ്തു മനസ്സലിഞ്ഞു എന്ന് നാം വായിക്കുന്നു. അവൻ മനസ്സലിവുള്ള ദൈവമാണ്. കർത്താവ് സ്നേഹം മാത്രമാണ്. ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് ചെല്ലാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സറിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നാം ഈ യാഗമായി തീർന്നവരാണോ? നാം നമ്മെ തന്നെ സമർപ്പിച്ചവരാണോ? വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസി പാപത്തിന് മരിച്ചവനാണ്. അതാണവൻ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം. അതാണവൻ കുരിശിനെ ആദരിക്കുന്നതിൻ്റെ അർത്ഥം. എന്നാൽ നാം പാപത്തിന് മരിച്ചവരാണോ? നമ്മുടെ ശരീരം നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ അവയവങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരം അത് ജീവനുള്ളതാണ്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനം അനുഷ്ഠിച്ചു പോകുന്നതായ യാഗങ്ങൾ. അവർ പാപം ചെയ്യുമ്പോൾ, പാപബോധം കിട്ടുമ്പോൾ അവർ ദൈവാലയത്തിലേക്ക് യാഗമൃഗത്തെ കൊണ്ടുവരുന്നു. അവരുടെ പാപത്തിന് പരിഹാരമായി ചാകുന്നത് യാഗമൃഗമാണ്. അവർ ആ യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവച്ച് അവരുടെ പാപമായ യാഗമൃഗത്തിൻ്റെ മേലാക്കി അതിനെ കൊല്ലുന്നു. ആ യാഗമൃഗം പിടയ്ക്കുന്നു, അത് കരയുന്നു, അത് ചാകുന്നു. ഒരിക്കൽ പോലും അവർ ചിന്തിച്ചോ എന്നറിഞ്ഞുകൂടാ, എനിക്ക് വേണ്ടിയാണ് ഈ യാഗമൃഗം മരിക്കുന്നത്. ആ മൃഗം മരിക്കുമ്പോൾ എൻ്റെ പാപം മാഞ്ഞു കിട്ടുന്നു. ഈ ധാരണയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരങ്ങൾ പാപത്തിന് മരിച്ചവയാണ്. ഒരു കാരണവശാലും പാപത്തിനിടം കൊടുക്കാത്തവയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് നാം കുരിശ് ധരിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരങ്ങൾ ജീവനുള്ളതാണ്. നാം പാപത്തിന് മരിച്ചവരാണ്. നാം ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ആ ശരീരം ഇനി ഒരിക്കലും മരിക്കുകയില്ല. സ്തോത്രം. ആ ശരീരത്തിന് മരണമില്ല. പലരും മരണമുണ്ടെന്ന് പറയും. എന്നാൽ നാം മരിക്കുകയല്ല, നാം വാങ്ങിപ്പോവുകയാണ്. നാം ഈ തിരശ്ശീലയുടെ മുൻപിൽ നിന്ന് പിറകിലേക്ക് മാറിപ്പോവുകയാണ്. നാം എല്ലാം ദൈവത്തിന് ജീവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം മോശയോട് ഇടപെടുമ്പോൾ പറയും, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. വീണ്ടും ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. സഹോദരീ സഹോദരന്മാരെ, ജീവനുള്ളവനായ ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ നാം ആയിരിക്കുന്നു. അവൻ പറയുന്നു, നിങ്ങൾ ജീവനുള്ളവരാണ്, നിങ്ങൾ ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതായ നാം നമ്മുടെ ഈ ശരീരങ്ങളെ, ദൈവത്തിൻ്റെ സ്തോത്രം, മൺമയനായ മനുഷ്യൻ, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനായ മനുഷ്യൻ, മണ്ണിൻ്റെ സ്വാധീനമുള്ള മനുഷ്യൻ, ആരാവിക സന്തതിയായി പിറന്ന മനുഷ്യൻ, ആ പിറന്ന മനുഷ്യൻ ഏത് സമയവും പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നാം ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതാണ്. നാം എപ്പോഴും ഏറ്റവും കരുതലുള്ളവരായി നാം ഇരിക്കണം. ഓരോ നിമിഷവും നാം കരുതലുള്ളവരായിരിക്കേണ്ടതാണ്. നമ്മുടെ ശരീരങ്ങൾ ജീവനുള്ളതാണ്. മാത്രമല്ല അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്തോത്രം.
എന്താണ് ആ യാഗം? ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ ജീവനുള്ള ശരീരം അത് വിശുദ്ധിയുള്ളതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധിയുടെ പാരമ്യം എത്രയാണ്? അത് എവിടം വരെയാണ് വിശുദ്ധമാകേണ്ടത്? ക്രിസ്തുവിനെ പോലെ വിശുദ്ധമായി തീരേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ അതേ നിർമ്മലത നാം പ്രാപിക്കേണ്ടതാണ്. അതേ സാദൃശ്യമുള്ളവരായി നാം തീരേണ്ടവരാണ്. ആ വിശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ കാക്കണം. മാത്രമല്ല, നിങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം, ദൈവം പ്രസാദിക്കുന്നതായ യാഗം. യാഗത്തിൽ ദൈവം പ്രസാദിച്ചോ? നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ പറയും, നാം പാട്ടുപാടും, ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ തലസുരാശ്വാസപ്രദനെ അൻപോടു കൈക്കൊണ്ടിടണമേ. നാം യാഗമായി സമർപ്പിക്കുന്നത് നമ്മുടെ ആത്മശരീര മനസ്സുകളെയാണ്. അതിൽ ദൈവം പ്രസാദിക്കുമോ എന്നുള്ളത് എങ്ങനെയാണെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമകാലത്ത് ഒരു മനുഷ്യൻ യാഗം അർപ്പിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ അവിടേക്ക് തീയിറങ്ങും, സ്വർഗത്തിന് തീയിറങ്ങും. പ്രിയപ്പെട്ടവരെ, ശാന്തമായി ചിന്തിക്കുക. പാപം ചെയ്ത ഞാൻ എൻ്റെ പാപത്തിന് പരിഹാരമായി ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് ദൈവാലയത്തിലേക്ക് വന്ന് ആ മൃഗത്തിൻ്റെ തിരയിൽ കൈവച്ച് അതിനെ ഞാൻ അറക്കുന്നു, അതിനെ കൊല്ലുന്നു. അതിൻ്റെ ആ ശരീരം അംഗപ്രത്യേകമായി മുറിച്ച് അതിൻ്റെ അവയവങ്ങൾ ഓരോന്നും യാഗപീഠത്തെടുത്ത് വയ്ക്കുമ്പോൾ അത് ദൈവം പ്രസാദിക്കുന്നെങ്കിൽ അവിടേക്ക് തീ ഇറങ്ങുകയാണ്. തീ ഇറങ്ങിയാൽ ആ യാഗവസ്തു ദഹിക്കുകയാണ്. പിന്നീട് ആ യാഗവസ്തു ഇവിടെ കാണാനില്ല. സ്തോത്രം. ഒരു പിടിച്ചാരം മാത്രമായി അവശേഷിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാതൽ. പാപിയായ ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ സ്വർഗീയതയിൽ കത്തുകയാണ്. ഞാൻ ഒരു പിടി ചാരമായി മാറുകയാണ്. ആർക്കും ഊതിപ്പറപ്പിക്കാവുന്നതുപോലെ ചാരമായി ഞാൻ മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഉന്നതമായ അവസ്ഥയിൽ നാം എത്തിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയുള്ള യാഗമായിട്ടാണ് നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, അബ്രഹാം ബാലക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. കാര്യമെല്ലാം അറിയാമല്ലോ. അബ്രഹാമിൻ്റെ ഏകജാതനായ മകൻ, ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുത്തതായ വാഗ്ദത്ത സന്തതി, തൻ്റെ സർവ്വസമ്പത്തിൻ്റെയും ഉടമയാകേണ്ടവനായ വ്യക്തി. ആ വ്യക്തി പ്രായം ഇവിടെ പറഞ്ഞിട്ടില്ല, ബാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ഒരു 12 വയസ്സ് പ്രായം കാണും. അത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയുന്നതാണ്, വേദോസ്തത്തിലില്ല. ഒരു ദിവസം ദൈവത്തിൻ്റെ അരുളപ്പാടവന് കിട്ടി, നീ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ യാഗം കഴിക്കുക. സ്തോത്രം. അബ്രഹാം സ്വന്തം ഭാര്യയോട് പോലും ഇക്കാര്യം പറയാറ്. യാഗം കഴിക്കുന്നതിന് വേണ്ടി ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. 3 ദിവസം ദൂരം വരെ സഞ്ചരിച്ചു. മോറിയ മലയുടെ താഴ്വരെ എത്തി. കൂടെയുള്ള വേലക്കാരെയും കഴുതകളെയും ഇവിടെ നിർത്തിയിട്ട് വേലക്കാരോട് അബ്രഹാം പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാനാണ് പോകുന്നത്. എന്നാൽ അബ്രഹാം പറയുന്നത്, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. യാഗം ആരാധനയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധന യാഗമാണ്, ആരാധന സമർപ്പണമാണ്. ദൈവം ഇതിൽ നാം ഓരോരുത്തരും ആരാധിക്കുന്നവരാണ്. നമ്മെ തന്നെ സമർപ്പിക്കാറുണ്ടോ? നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നാം കൊടുക്കാറുണ്ടോ? ആ യാഥാർത്ഥ്യ ബോധം നാം ഗ്രഹിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. വിശ്വാസികളായി നിന്നാൽ, വിശ്വാസം നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വസിക്കേണ്ടതായ ഭവനം നാമാണ്. ഈ തലമുറയിൽ, ഈ ഭൂമിയിൽ നിത്യനായ ദൈവം വസിക്കേണ്ടത് എവിടെയാണ്? നമ്മിലാണ് വസിക്കേണ്ടത്. നാം വിശ്വാസികളായി നിൽക്കുന്നുവെങ്കിൽ, നാം അബ്രഹാമിനെ പോലെ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്നുവെങ്കിൽ നാം അവൻ്റെ ആലയമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മാമോദിസ മുങ്ങിയ ദൈവം ഇതിൽ സ്തോത്രം
സ്നാനമേറ്റ വിശ്വാസി, നിന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നീ അറിയുന്നുണ്ടോ? നീ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നീ അറിയുന്നുണ്ടോ? ലോകജാതിയെപ്പോലെ മറ്റുള്ളവരെ പോലെ നോക്കുവാനോ സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ നിനക്ക് കഴിയുമോ? കഴിയേയില്ല. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തമ്മിൽ വസിക്കുക നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടേതല്ല, ഞാൻ എൻ്റേതല്ല, ഞാൻ മറ്റൊരുവൻ്റേതാണ്. ആരുടേതാണ്? എന്നെ വിലയ്ക്ക് വാങ്ങിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ അടിമത്തത്തിലായി പോയിരുന്ന എന്നെ, പാപത്തിൽ വീണുപോയിരുന്ന എന്നെ, സാത്താൻ അവൻ്റെ അടിമനികത്തിൻ കൂടി എന്നെ ആക്കിയിരുന്ന എന്നെ അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മറവില് കൊടുത്ത് വീണ്ടെടുത്തതാണ്. അവന് തിരുരക്തം കൊടുത്ത് വീണ്ടെടുത്തതാണ്. ഞാൻ യേശുവിൻ്റെ അടിമയാണ്, ഞാൻ അവൻ്റെ വകയാണ്, ഞാൻ അവൻ്റെ ദാസനാണ്, ഞാൻ അവനെ അനുസരിക്കേണ്ടവനാണ്. ഈ ബോധ്യം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ സഭകളെ ഓർപ്പിച്ചത് നാമും അനുകരിക്കാനുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ സഭയെ പ്രകാരം ഓർപ്പിച്ചു, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയുമായി ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിൻ്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന് ഫിലിപ്പിയ സഭ കൊടുത്തതായ സംഭാവന അത് മറ്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോസ്തലൻ ഉപയോഗിക്കാനുള്ളതല്ല. അപ്പോസ്തലൻ ആരുടെയും ചെലവിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോസ്തലൻ പകൽ വേല ചെയ്യുകയും രാത്രി സുവിശേഷം പറയുകയും ചെയ്തവനാണ്. സ്വന്തം ആവശ്യത്തിന് സ്വന്തമായി വേല ചെയ്തവനാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന് ഫിലിപ്പിയ സഭ സംഭാവന കൊടുത്തപ്പോൾ, ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സംഭാവന കൊടുത്തപ്പോൾ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമാണ് നിങ്ങൾ തന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ യാഗം? എന്താണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ് ഈ യാഗം. പ്രിയപ്പെട്ടവർ, അവരതിൻ്റെ ഒരു പങ്ക് അവർ അപ്പോസ്തലനായ പൗലോസിനെ ഏൽപ്പിച്ചു. അവർക്ക് എവിടെ നിന്ന് കിട്ടിയത്? ദൈവം കൊടുത്തതിൽ നിന്ന്. ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ന്യായപ്രമാണപ്രകാരം ഒരു മനുഷ്യന് കിട്ടുന്ന ആദായത്തിൻ്റെ 10-1 ദൈവത്തിന് കൊടുത്താൽ മതി, ബാക്കി 10-9 അവൻ്റേതാണ്. എന്നാൽ പുതിയ വിശ്വാസി നീ അങ്ങനെയല്ല. നിനക്ക് കിട്ടുന്ന 10-10 ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ നിന്ന് ദൈവം നിനക്ക് തരുന്നതിൽ നിന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പ്രസാദിക്കുമോ എന്നറിഞ്ഞ്, അവൻ അനുവദിക്കുമെന്നറിഞ്ഞ് അതിൽ നിന്ന് എടുത്തവൻ ചിലവാക്കുകയാണ്. അവന് വേറെ യാതൊന്നും തന്നെ ഇല്ല. അവൻ ദൈവത്തിൻ്റെ ദാസനാണ്, അവൻ ദൈവത്തിൻ്റെ അടിമയാണ്. ആ രീതിയിലാണ് നാം ജീവിക്കേണ്ടത്. നമുക്ക് വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളെ ഇപ്രകാരം അറിയിച്ചു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കും. സ്തോത്രം. ആ തിരുരക്തത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയെയും അനുനിമിഷം കഴുകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം. നിങ്ങൾ ആരൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്? അയ്യോ, എനിക്ക് സംഭവിച്ചു പോയി, ഞാൻ പാപത്തിൽ വീണുപോയി, ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി, ഞാനങ്ങോട്ട് നോക്കിപ്പോയി, ഇങ്ങനെ എല്ലാം പറയുന്നവരുണ്ട്. ഈ ന്യായവാദങ്ങളൊന്നും ദൈവത്തിൻ്റെ ചിലവാവുകയില്ല. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം. ആ തിരുരക്തം ഇന്ന് ഗുണകരമായി സംസാരിക്കുന്നു. ആ തിരുരക്തം നിങ്ങളുടെ അരികിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ആ തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിപ്പാൻ മതിയായതാണ്. നിങ്ങളുടെ മനസ്സാക്ഷിയെയും ശുദ്ധീകരിക്കുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 22-ന്റെ 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടക്കി തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. അബ്രഹാമിൻ്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിന് യാഗപീഠം പണിത് വിറകടക്കി വിറകിന്മീതെ അബ്രഹാം കിടത്തി. എന്തിനാണ് പ്രിയപ്പെട്ടവരെ കിടത്തിയത്? അബ്രഹാമിനെ യാഗമർപ്പിക്കാനാണ്. അബ്രഹാമിനെ വെട്ടിക്കൊല്ലുവാൻ തന്നെയാണ്. യാതൊരു സംശയവുമില്ല.
അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഏകജാതനായ മകനേക്കാൾ അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയനിമ വിശ്വാസികളെ, നിങ്ങൾ ശാന്തമായി ചിന്തിക്കൂ. എൻ്റെ സ്നേഹം എവിടെയാണ്? എൻ്റെ സ്നേഹം എവിടെയാണ് ചോർന്നു പോകുന്നത്? ഞാൻ എവിടേക്കാണ് എൻ്റെ സ്നേഹം പോകുന്നത്? എൻ്റെ മകനേക്കാൾ, എൻ്റെ ഏകജാതനായ മകനേക്കാൾ അപ്പുറമായി ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ആ അബ്രഹാം പിതാവ് ഇരിക്കുന്നതായ അതിപരിശുദ്ധ സ്ഥലത്ത് ഞാൻ പോയി ഇരിക്കുമോ? നമുക്ക് ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വീണ്ടും വായിക്കാം. 50 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രകാരം പറയും, യാഗം കഴിച്ച വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹിയിൽ കാണപ്പെടുന്ന ആരെല്ലാമാണ്? വിശ്വാസികളുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നത്? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ വിശ്വാസികൾ. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ എത്ര പേരുണ്ട്? ദൈവം ആരെയെല്ലാം കാണും? കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാ നാളിൽ കർത്താവ് പറഞ്ഞു, ഭാവി അറിയുന്നവൻ സർവജ്ഞനായ ദൈവം. ആ ദൈവം പറഞ്ഞു, മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ദൈവം ഇതിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസം കാണുവാനുണ്ടോ? നമുക്ക് ശാന്തമായി ചിന്തിക്കാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നു. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ വളരെ ചുരുക്കി നിങ്ങളോട് പറയാം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ അകത്ത് ആത്മാവുണ്ട്, വിലപ്പെട്ട ആത്മാവുണ്ട്. സ്വർഗത്തിൻ്റെ സമ്പത്ത് അതാണ്. ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ സമ്പത്തെന്ന് പറയുന്ന ആത്മാവാണ്, വേറൊന്നുമല്ല. ബാക്കി എല്ലാം മാറിപ്പോകും. എന്നാൽ അവനെ സ്ഥിരമായി വഴി നടത്തേണ്ട ആത്മാവ്, അവനെ സ്വർഗത്തിൽ എത്തിക്കേണ്ട ആത്മാവ്, അവനെ ശുദ്ധീകരിക്കേണ്ട ആത്മാവ്, ആ ആത്മാവ് നമ്മിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ തരുന്നതായ ഭയ നിർദ്ദേശമാണത്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി ഊടാടി നടക്കുന്ന പിശാച് അസ്ത്രങ്ങളെയും അവൻ തന്ത്രങ്ങൾ മെനയും. അവൻ മുമ്പിലൂടെ വരും, പിൻപിലൂടെ വരും, വെളിച്ചത്തിൻ്റെ വേഷത്തിൽ വരും, പലതരത്തിൽ വരും. എന്നാൽ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്തോത്രം. മാത്രമല്ല, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ വിട്ടകലണം. എത്ര പേർക്ക് മനസ്സുണ്ട്? ഇന്നങ്ങനെ ഒരു പുതിയ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സുണ്ട്? എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന, എൻ്റെ വിലപ്പെട്ട നിധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ ജഡമോഹങ്ങൾ അതെനിക്ക് വേണ്ടേ വേണ്ട. സ്തോത്രം. അതിനല്ലേ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിൻ്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുമുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കടനായി സ്വർഗത്തിൽ പോകുന്നതിനൊക്കെ നല്ലത്. എത്ര പേർക്ക് അത് പിടികിട്ടി? എൻ്റെ ആത്മാവിനോട് പോരാടുന്ന എൻ്റെ വലം കണ്ണാണെങ്കിൽ വലം കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. എൻ്റെ ആത്മാവിനോട് പോരാടുന്ന എൻ്റെ വലം കൈയാണെങ്കിൽ വലം കൈ വെട്ടി എറിഞ്ഞു കളയുക. എത്ര വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. എത്ര പേര് തയ്യാറായി? ഈ തലമുറ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? എൻ്റെ ആത്മാവിനെ ക്ഷയിപ്പിക്കുന്ന, എൻ്റെ ഹൃദയത്തിലേക്ക് അവിശ്വാസം കൊണ്ടുവരുന്ന ഈ പാപസ്വഭാവം എനിക്ക് വേണ്ട. ആ പാപത്തോട് ഞാനത് എന്നേക്കുമായി യാത്ര പറയുന്നു. ആരെല്ലാം എന്നെ വെറുത്തുപേക്ഷിക്കുന്നുണ്ട്, വിട്ടകലുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. അതാണ് ഒരു വിശ്വാസിയുടെ പദവി. നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ മരണം ഒരിക്കൽ നടന്നു കഴിഞ്ഞു. ഏതാണ് ആ മരണം? ഞാൻ പാപത്തിന് മരിക്കുന്നു. അതാണ് സ്നാനം, അതാണ് മോരിസ. ആ യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആ അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരും അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. എൻ്റെ കൈകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്ത, എൻ്റെ വാക്കുകൾ എല്ലാം ദൈവത്തിന് പ്രസാരം വരുമാറ് തീരുമാനങ്ങൾ എത്ര പേർ എടുത്തിട്ടുണ്ട്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എടുത്തവരാണ്, അങ്ങനെ അനുസരിക്കുന്നവരാണ് വിശ്വാസികൾ. അതിന് അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 16-ാം വാക്യം വായിക്കാം. റോമർ 6:16 വായിക്കാം. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും
നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? സ്തോത്രം. നിങ്ങളാരുടെ മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു. നിങ്ങൾ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ ദാസന്മാരാകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ജീവിതത്തിൻ്റെ നിമിഷം ഓരോ നിമിഷവും നിങ്ങളെ വഴി നടത്തുന്ന ആത്മാവ്, മോനെ ഇത് നിനക്കുള്ളതല്ല, മകനെ നീ അങ്ങോട്ട് നോക്കണ്ട, മകനെ നിൻ്റെ കൈ അങ്ങോട്ട് നീളണ്ട, നീ അങ്ങോട്ടൊരു ചൂട് പോലും വയ്ക്കണ്ട, നീ ഈ ലോകത്തിൻ്റെതല്ല, നീ എൻ്റെ വകയാണ്, നീ ദൈവത്തിൻ്റേതാണ് എന്ന് പറഞ്ഞു തരുന്ന സ്നേഹനിധിയായ പരിശുദ്ധാത്മാവിൻ്റെ ദാസന്മാരാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. അതാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ആ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടോ? നമ്മുടെ അനുനിമിഷം വഴിനടത്തുന്ന ഒരു ആത്മാവിനെ നിങ്ങൾ അനുഭവിക്കാറുണ്ടോ? അത് അനുഭവിച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ദോഷം നമുക്ക് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. സ്തോത്രം. ഒരു കാലത്ത് നമ്മുടെ അവയവങ്ങളെ നാം അനീതിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു, പാപത്തിന് വേണ്ടി വിട്ടുകൊണ്ടിരുന്നു, നാം പാപത്തിൽ രസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങളുടെ അവയവങ്ങൾ വിശുദ്ധീകരിക്കുവാൻ നീതിക്കടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങളുടെ അവയവങ്ങളെ നിമിഷം വിശുദ്ധീകരിക്കുവാൻ, ഓരോ ദിവസവും വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ നീതിക്കടിമകളാക്കി സമർപ്പിപ്പീൻ. നീതി കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവർ, അവനെ നിങ്ങൾ സമർപ്പിക്കാറുണ്ടോ? ഓരോ ദിവസവും നാം ദൈവസഭയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ, സംഭവബഹുലമായ ഒരു ജീവിതത്തിൻ്റെ അവസാനം നാം വന്ന് ദൈവസഭയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ, കർത്താവേ വന്നുപോയ പാപങ്ങൾ, വന്നുപോയതായ വീഴ്ചകൾ ഓരോന്നും എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഓർമ്മയുള്ളതുമില്ലാത്തതെല്ലാം ഓർപ്പിച്ചേരുന്ന ആത്മാവിൻ്റെ മുമ്പിൽ നാം ശാന്തമായിരിക്കാറുണ്ടോ? നമ്മെ തന്നെ വീണ്ടും നാം സമർപ്പിക്കാറുണ്ടോ? നമ്മുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി ഓരോ ദിവസവും നാം സമർപ്പിക്കേണ്ടവരാണ്. അതാണ് യാഗം. അതാണ് ദൈവം പ്രസാരിക്കുന്നതായ യാഗം. നമുക്ക് വീണ്ടും 1 കൊരിന്ത്യർ ലേഖനം എടുക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. സ്തോത്രം. സഹോദരീ സഹോദരങ്ങൾ, ഇന്ന് ഈ ലോകത്തിലെ മനുഷ്യന് ആ ലൗകികമായ ചിന്തകളെ ഉണർത്തുന്നതായ വസ്ത്രധാരണ രീതികൾ, പെരുമാറ്റങ്ങൾ, പ്രകൃതികൾ, ഇത് മാറ്റാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം വായിച്ച് കേട്ടത്? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണോ? നമ്മുടെ നടപ്പ് കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ മനോഭാവം കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നവരാണോ? അങ്ങനെ ചെയ്യേണ്ടവരാണ്. അങ്ങനെയാണ് ദൈവനാമം മഹത്വപ്പെടേണ്ടത്. അങ്ങനെയാണ് ദൈവം നമ്മിൽ സന്തോഷിക്കേണ്ടത്. നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും. 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. സ്തോത്രം. എന്താണ് യാഗം? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇത് യാന്ത്രികമായി നടക്കേണ്ടതാണ്. ഇത് സ്വാഭാവികമായി നമ്മുടെ അതിരത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതാണ്. അതാണ് ഒരു വിശ്വാസിയുടെ ശ്വാസോച്ഛ്വാസമാണത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നന്ദി കൊണ്ട് നിറഞ്ഞ് അവൻ ജീവിക്കുന്നു എന്നുള്ളതിന്, അവൻ ആത്മാവ് ജീവിക്കുന്നുള്ളൊരു തെളിവാണ് ശ്വാസോച്ഛ്വാസം. അതാണ് സ്തുതി. ആ സ്തുതി എത്ര പേരുടെ നാഗന്മാരുണ്ട്? അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇതെൻ്റെ ബാല്യപ്രായത്തിൽ, ചെറുപ്രായത്തിൽ ഞാൻ ഓർത്തിട്ടുണ്ട്. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. ഇത് സാധിക്കുമോ? മനുഷ്യൻ ഉറങ്ങണ്ടേ, മനുഷ്യന് ഭക്ഷണം കഴിക്കണ്ടേ, മനുഷ്യൻ എന്തെല്ലാം ജോലി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെയൊക്കെ സ്തുതിക്കാൻ പറ്റുമോ? എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത്, വെറും ബാലനായിരിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. പ്രിയപ്പെട്ടവർ, എനിക്ക് വേണ്ടി ഒരു കാര്യസ്ഥനുണ്ട്. എന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ഒരു പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. പരിശുദ്ധാത്മാവാൻ ദൈവൻ്റെ അകത്തിരുന്നുകൊണ്ട് എനിക്ക് തരുന്നത് അധരഫലമാണ് എൻ്റെ സ്തോത്രയാഗം. സ്തോത്രം. അത് നിരന്തരം മുഴക്കേണ്ടതാണ്.
അത് നിരന്തരം സ്വർഗത്തിലേക്ക് ഉയരുന്നതാണ്. അത് സൗരഭ്യ ധൂപമാണ്. അത് ദൈവം പ്രസാദിക്കുന്നതായ ഏറ്റവും മനോഹരമായ കാര്യമാണ്. ഇത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ് തരുന്നത്. നാം ഉറങ്ങിക്കിടക്കുമ്പോഴും, നാം അപകടത്തിലാകുമ്പോഴും, നാം വീഴ്ചയിലാകുമ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ആത്മാവ്, നമ്മുടെ നാവിലെ അധരഫലം തരുന്നവനായ ആത്മാവ്, അധരഫലം എന്ന സ്തോത്രയാകം നിരന്തരം തരും. ഇത് നമ്മുടെ സ്വർഗത്തിലേക്ക് അയക്കുന്ന സമ്പത്താണ്. അത് മാത്രമാണ് നമ്മുടെ സമ്പത്ത്. ഈ സ്വത്ത് നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഈ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ കർത്താവേ, എനിക്ക് മനസ്സാണ്, എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇനിയുള്ള നാളുകൾ, അവശേഷിക്കുന്ന നാളുകൾ എപ്പോഴും നിന്നെ സ്തുതിച്ചുകൊണ്ട് നിനക്ക് നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണമേ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവർ? നമ്മുടെ ആത്മാവിനെ കഴുകുന്ന, നമ്മുടെ അധരങ്ങളെ കഴുകുന്ന, നമ്മുടെ അവയവങ്ങളെ ശുദ്ധീകരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. ആ ആത്മാവ് നമ്മിലേക്ക് കടന്നു വന്നാൽ നമ്മെ ശുദ്ധീകരിക്കും, നമ്മെ ദൈവത്തിൻ്റെ വകയാക്കി തീർക്കും, നമ്മെ വിശുദ്ധിയുടെ തികവിലേക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്ക് ലഭിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.